കാഞ്ഞങ്ങാട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൻസൂർ ഹോസ്പിറ്റലിലെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് അവിശ്വസനീയവും ജയിലുകളെപ്പോലും അമ്പരിപ്പിക്കുന്ന നിലയിലുമാണെന്നാണ് സംസ്ഥാന യുവജന കമ്മീഷൻ മൊഴിയെടുപ്പിന് ശേഷം വ്യക്തമാക്കിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യാ ശ്രമം നടത്തിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നെന്നാണ് കമ്മീഷന്റെ നിഗമനം. സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ കേസെടുത്തു. ഹോസ്റ്റലിൽ പരിശോധന നടത്തിയ കമ്മീഷൻ 8 വിദ്യാർത്ഥിനികളുടെ മൊഴി രേഖപ്പെടുത്തി. ആശുപത്രി ചെയർമാൻ അടക്കമുള്ള പുരുഷന്മാർ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ മുറികളിലേക്കും സ്വകാര്യതയിലേക്കും കടന്നുകയറുന്നതായും കമ്മീഷൻ കണ്ടെത്തി. പെൺകുട്ടികളെ ബോഡി ഷേമിങ്ങിന് വിധേയമാക്കുകയും ഫോൺ റെക്കോർഡുകളും ചാറ്റുകളും പരസ്യപ്പെടുത്തി അപമാനിക്കുന്നുവെന്നും വിദ്യാർത്ഥിനികൾ കമ്മീഷന് മൊഴി നൽകി. നമുക്കൊപ്പം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിർ ചേരുന്നുണ്ട്. എം ഷാജിർ, വെരി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ ഇങ്ങനെയൊരു കോളേജിൻ്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് അപമാനമാണ്, വിദ്യാർത്ഥികൾക്ക് അപമാനമാണ്, ഇത്തരം സംവിധാനങ്ങൾക്കും അപമാനമാണ്. എം ഷാജിർ, എന്താണ് നിങ്ങളോട് ഈ വിദ്യാർത്ഥിനികൾ പറഞ്ഞത്? ഏതൊക്കെ രീതിയിലാണ് അവരുടെ സ്വകാര്യതയും അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നത് ആ ഹോസ്റ്റലിൽ? ഈ ഹോസ്റ്റൽ എന്താ ഒരു ഗോണ്ടനാമോ ജയിലാണോ? കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ചൈതന്യ ആത്മഹത്യാ ശ്രമം നടത്തി വാർത്ത കേട്ട ശേഷമാണ് സംസ്ഥാന യുവജന കമ്മീഷൻ അവിടെ നിലവിൽ സമരങ്ങളൊക്കെ കണ്ട ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ ഈ തരത്തിലുള്ളൊരു പ്രതീക്ഷ അവിടെ പോകുമ്പോഴും ഇല്ല. വാർഡൻ ആ കുട്ടിയോട് അപമര്യാദയായി പെരുമാറി, തുടർച്ചയായി ആ കുട്ടിയെ പീഡിപ്പിച്ചു, മാനസികമായി പ്രശ്നമുണ്ടാക്കി, അതിൻ്റെ ഭാഗമായി ആത്മഹത്യാ ശ്രമം നടത്തി എന്നതാണ് ആദ്യം കേട്ട ഒരു ബോധ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടത്തേക്ക് പോയത്. പക്ഷേ 3ാം വർഷ വിദ്യാർത്ഥിനികളായ 8 വിദ്യാർത്ഥിനികളോട് മൊഴിയെടുത്തപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന, ഒരിക്കൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഏതൊരു സ്ഥാപനത്തിലും ഈ തരത്തിൽ ഒന്നുണ്ടാകുമോ എന്ന് ഞങ്ങൾ പോലും സംശയിച്ചു പോയി. കാരണം ഒരു തരം പരിഹാസമാണ് തോന്നുന്നത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം ഈ കോളേജിൻ്റെ വാർഡൻ മാത്രമല്ല, ഞങ്ങൾ കരുതി വാർഡൻ്റെ എന്തോ ഒരു കർക്കശമായ സമീപനം പെൺകുട്ടിയോട് തുടർച്ചയായി ഈ വിശദീകരണം തേടി അങ്ങനെ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. സംഭവം ഈ കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ പെൺകുട്ടി വൈകുന്നേരം ദേഹാസ്വസ്ഥ ഉണ്ടായപ്പോൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വാലിറ്റി കാണിക്കുന്നു. കാഷ്വാലിറ്റിയിൽ ഡ്രിപ്പിട്ട് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് ഏതാണ്ടൊരു രാത്രി 11-12 മണി വരെ കുട്ടി കാഷ്വാലിറ്റിയിലുണ്ട്. അതിനുശേഷം ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്ന 2 മറ്റ് സഹപാഠികളായ പെൺകുട്ടികളും ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ഒരു രാത്രി 1 മണി വരെ പോയി എന്ന് ചോദിച്ച് വാർഡൻ കർക്കശമായി പെരുമാറി എന്നുള്ളതാണ് വിഷയത്തിൻ്റെ തുടക്കം. സ്വാഭാവികമായി അതേ ഹോസ്പിറ്റലാണ്, അതേ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ്, കാഷ്വാലിറ്റിയാണ്, അന്വേഷിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ വിഷയം അടുത്ത ദിവസം വീണ്ടും തുടർച്ചയായി ഈ പെൺകുട്ടിയോട് രാത്രി നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് തുടർച്ചയായി പ്രശ്നമുണ്ടാക്കിയ ശേഷമാണ് രാവിലെ ഒരു 11:30 മണിയോടുകൂടി കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾ സമരവുമായി ഇറങ്ങുന്നു. അതിനുശേഷം യുവജന സംഘടനകളുടെ സമരം നടക്കുന്നു. അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഈ യുവജന കമ്മീഷൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പ്രിൻസിപ്പളെയും കോളേജിലെ വിദ്യാർത്ഥിനികളുമായി നേരിട്ട് സംസാരിച്ചു. അതിൽ ഈ 7 പെൺകുട്ടികളാണ് ഞങ്ങളുടെ അടുത്തേക്ക് ആദ്യം വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതിനകത്ത് ബോധ്യപ്പെട്ട കാര്യം ഒന്ന്, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ വെള്ളിയാഴ്ച ദിവസം കോഴിക്കോടാണ്, നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ചുമതല പോലെ വഹിക്കുന്നത് കോളേജിൻ്റെ ചെയർമാനാണ്. യഥാർത്ഥത്തിൽ കോളേജിൻ്റെ ചെയർമാനി അത്തരം ഒരു റോളും ഇല്ല ഒരു സ്ഥാപനത്തിൽ. കോളേജിൻ്റെ മുതലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയിട്ട് വേണം ഒരു 5 മിനിറ്റ് കോളേജിന്റെ മാനേജ്മെന്റ് ചെയർമാൻ്റെ അടുത്ത് പോയി സംസാരിക്കണം ഈ കാര്യങ്ങൾ. അതിന് ഇത് കുട്ടികളുടെ മൊഴിയാണ്, ഞങ്ങളാരും മുഖത്തിൽ പറയുന്നില്ല, കുട്ടികളുടെ മൊഴിയാണ്. പിന്നീട് അതിനകത്ത് എല്ലാ ദിവസവും റൗണ്ട്സ് ഉണ്ട് ചെയർമാൻ എല്ലാ ദിവസവും റൗണ്ട്സ് പോകേണ്ടെന്ന് ആവശ്യമില്ല. റൗണ്ട്സ് കോളേജിനകത്തല്ല, ലേഡീസ് ഹോസ്റ്റലിനകത്താണ്. ഹോസ്റ്റൽ മുറിക്കകത്ത് കയറി ഈ പരിശോധന നടത്തുന്നു. ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ ബൾബ് ഉൾപ്പെടെ ഊരി കൊണ്ടുപോകുന്നു. അതൊന്നല്ല വിഷയം, അതിനകത്ത് കയറുന്നു. ലേഡീസ് ഹോസ്റ്റലിനകത്ത് എല്ലാ ദിവസവും മുറിക്കകത്ത് തന്നെ ചെയർമാൻ കയറുന്നത് കുട്ടികൾ മൊഴിയുകയാണ്. മറ്റൊന്ന്, വീട്ടിലേക്ക് ആഴ്ചയിൽ 1 ദിവസമാണ് ഫോൺ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ലാൻഡ് ഫോണിൽ വിളിക്കുന്ന കോൾ റെക്കോർഡ് ചെയ്ത് ചെയർമാൻ തന്നെ കുട്ടികളെ കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ ഒരു പെൺകുട്ടി അമ്മയുമായി സംസാരിക്കുന്നത് പോലും ഇവരെ നിരീക്ഷിക്കുകയാണ്, കേൾക്കുകയാണ്.
ഒരു ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ചാറ്റ് ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് വായിക്കുകയാണ്. അതിനേക്കാൾ തമാശ തോന്നിയത് കുട്ടികൾ ഈ വസ്ത്രം അലക്കാൻ വേണ്ടി പോകുന്നിടത്ത് പോലും CCTV ആണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ